ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ആർ എസ് സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ബെഡിൽ നിന്ന് തന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് എണീറ്റതേ ഉള്ളൂ. സമയം വന്നിട്ട് 6:30. കുറച്ച് ദിവസമായിട്ട് ഒരു ടൈമിങ്ങിൽ എണീറ്റ് തുടങ്ങിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പോയേക്കുമായിരുന്നു. വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ടൈമിംഗ് ഒക്കെ സെറ്റായി വന്നതാ. ബട്ട് ഞാൻ ഈ ഇൻട്രോ പറഞ്ഞതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ എണീറ്റ ടൈം എന്ന് പറയുന്നത് 10 മണിയാണ്. രാവിലെ വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അടിപൊളി മഴയും കൂടി. എന്ത് സുഖമായിരുന്നെന്നോ മഴയത്ത് കിടന്നുറങ്ങാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അടിപൊളിയായിരുന്നു. രാവിലെ എണീറ്റ് വന്ന ആ ഒരു സീനറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഫീലായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് വീട്ടിലെ ജനലൊക്കെ തുറന്നിട്ടു. കാരണം കുറച്ച് തണുപ്പകത്ത് കയറുന്നെങ്കിൽ കയറട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പോയി ബ്രഷൊക്കെ ചെയ്തു കേട്ടോ. ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാനൊന്ന് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു സിസ്റ്റത്തിൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളൊരു ലോങ് വീഡിയോ എടുക്കുവാണ്, അപ്പോൾ കുറച്ച് പ്രസൻറ്റബിൾ ആവാം, ഒന്ന് ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയൊക്കെ ആയിട്ട് വീഡിയോയിൽ വരാം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുക്കമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഇത് കുറച്ച് നാൾ പഴക്കമുള്ള വീഡിയോ ആണ്. കാരണം എൻ്റെ മുടി ഇതിലുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് ഇത്ര ഹെയർ ഇല്ല. ഞാൻ ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ. ഇതിലെനിക്ക് നല്ല ലോങ് ഹെയർ ഉണ്ട്. അപ്പം ഒരുപാട് പഴക്കമെന്ന് വെച്ചാൽ ഒരു 2 months കൂടുതൽ പഴക്കമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ വീഡിയോയ്ക്ക്. ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഷെയ്ഡ് ഞാൻ മറന്നുപോയി. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാട്ടോ. നല്ല ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് തോന്നി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇപ്പോൾ എവിടെ പോയാലും ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോഴും, അന്ന് മാത്രമല്ല ഇപ്പോഴും ഈ ഷെയ്ഡ് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഞാനൊന്ന് റെഡിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കോഫി അല്ല, അത് ബ്ലാക്ക് ടീ ആണ്. ബ്ലാക്ക് ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ പാൽ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. സോ ബ്ലാക്ക് ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു. പിന്നെ ആ കണ്ട ഫ്രെയിംസ് എന്ന് പറയുന്നത് എനിക്ക് വോളിൽ പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രെയിംസ് ആണ് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മേടിച്ച് വെച്ചതേ ഉള്ളുമായിരുന്നു. അതാണ് കേട്ടോ വീഡിയോയിൽ അതൊക്കെ വന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ കബോർഡിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അടിയിൽ ഒരു പോർഷനുണ്ട്, ഇങ്ങനെ ഒരു ഡ്രോയർ പോർഷൻ. അത് മൊത്തം ഞാൻ മറ്റേ സാധനങ്ങൾ എന്ത് വന്നാലും അധികം വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടിടാൻ നമുക്കൊരു പ്ലേസ് കാണൂലേ, അതുപോലൊരു പ്ലേസ് ആണ് കേട്ടോ എനിക്കിത്. എന്ത് വേസ്റ്റേജ് സാധനം വന്നാലും എവിടെ വെക്കണമെന്ന് അറിയാണ്ട് വന്നാലും ഞാൻ എല്ലാം കയറ്റി ഇതിൻ്റെ അടിയിലോട്ടങ്ങ് വെക്കും. കാരണം അപ്പോൾ അത് പുറത്ത് കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം അവിടെ നിന്ന് മാറ്റിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അങ്ങോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൽ ആദ്യത്തെ സാധനം എന്തുവാ, നമ്മുടെ നെബുലൈസറിൻ്റെ ബോക്സും ഈ ബോക്സ് ഈ സൈഡിൽ ഇരിക്കുന്ന ഈ ബെഡിലിരിക്കുന്ന ബോക്സ് ഉണ്ടോ, അതെന്ന് പറയുന്നത് സോഫ്റ്റ് ടവൽസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്നേന്നെടുത്ത് ഇതിനടിയിലോട്ട് വയ്ക്കണം. പിന്നെ എൻ്റെ ഈ ബുക്ക് വയ്ക്കുന്ന ടോപ്പിലെ പോർഷൻസ് ഫുള്ള് അലങ്കോലമായി കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നിങ്ങളിപ്പം ഓറിയോയുടെയും കിവിയുടെയും കുരയായിരിക്കും നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നത്. ഇത്രയും നേരം അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് അവർ കുര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്ഥലം മാറിയിരിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ വെച്ചിരുന്നത് ഈ ബുക്ക് വയ്ക്കുന്നതിൻ്റെ പ്ലേസിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴത്തെ പ്ലേസ് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ കുറച്ചധികം സാധനം വയ്ക്കാനുള്ള സ്പേസ് കിട്ടി. അപ്പോൾ അങ്ങോട്ടാക്കാം ഹെയർ സ്ട്രെയിറ്റ്നറെന്നൊക്കെ. എൻ്റെ ഹെയർ കുറച്ച് കട്ടിയുള്ള ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്താലും ഒരുപാട് ടൈം കിടക്കില്ല കേട്ടോ. കൂടിപ്പോയൊരു 30 minutes അല്ലെങ്കിൽ 45 minutes. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഹെയർ വീണ്ടും എൻ്റെ പണ്ടത്തെ ഹെയറിലോട്ട് തിരിച്ചു വരും. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് സ്ട്രെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നല്ലതാണ്, അർബൻ യോഗിൻ്റെ മേക്ക് മീ ബോൾഡിൻ്റെ ഇതിൽ വരുന്നതാണ് കേട്ടോ സ്ട്രെയിറ്റ്നർ. സ്ട്രെയിറ്റ്നറൊക്കെ അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും.
ബട്ട് എൻ്റെ ഹെയറിൻ്റെ പ്രോബ്ലമാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ, അത് യൂസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു പോർഷൻസ് ഫുള്ള് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണാതെ പോയിട്ട് തിരിച്ച് കിട്ടിയ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ രാഹുവിന് ആവശ്യമുള്ളത് രാഹുവിനും കൊടുത്തു, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര എന്താ പറയാനാ, ഈ കിവി ഓറിയ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് ഈ കുര കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ പിന്നെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് അനലൈസ് ചെയ്യും. ഞാൻ എനിക്ക് മാത്രമാണ് ഈ സ്വഭാവം എനിക്കറിയത്തില്ല. ഞാൻ ഏതെങ്കിലും റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂം ക്ലീൻ ചെയ്തതിന് ശേഷം വേറൊരാൾ റൂമിലോട്ട് കയറുന്ന പോലെ വന്ന് ഈ ഡോറിൻ്റെ പോർഷനിൽ വന്ന് നിന്നിട്ട് അകത്തോട്ട് നോക്കും. അപ്പം ക്ലീൻ ചെയ്തിട്ടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വാവ് ഫാക്ടർ ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. വേറൊരാൾ കയറി വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു ഫീലിംഗ് തോന്നുമെന്ന് പറയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ റൂം വൃത്തിയാക്കാറ്. അതായത് എനിക്ക് മാത്രം സന്തോഷമായാൽ പോരാ, എനിക്ക് മാത്രം വൃത്തിയുണ്ടെന്ന് തോന്നിയാൽ പോരാ, ബട്ട് വേറൊരാൾ വീട്ടിലോട്ട് വരുവാണെങ്കിൽ അവർക്കും കൊള്ളാം, ക്ലീനായി കിടക്കുവാണ് എന്നൊരു ഫീൽ തോന്നണം എന്ന രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും എഴുതാനുമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിടത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി റെഫർ ചെയ്താൽ ഞാൻ ചെയ്യാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.